നമ്മളുടെ രാജ്യം കാതോർത്തിരുന്ന ഒരു വലിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാന്റെ F-16 വിമാനങ്ങളടക്കം 10 വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേന തകർത്തു എന്ന് വ്യോമസേനയുടെ തലവൻ എയർ മാർഷൽ AP സിംഗ് വെളിപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ജാക്കോബാദ് എയർബേസിൽ വ്യോമത്താവളത്തിൽ ഹാങ്ങറിൽ ഉണ്ടായിരുന്ന 5 F-16 വിമാനങ്ങളാണ് തകർത്തത്. കൂടാതെ 5 വിമാനങ്ങൾ കൂടി തകർത്തു. അങ്ങനെ 10 വിമാനങ്ങളാണ് പാകിസ്ഥാൻ തകർത്തതെന്ന് ഇതാദ്യമായി ഇന്ത്യ പറഞ്ഞിരിക്കുന്നു, വെളിപ്പെടുത്തിയിരിക്കുന്നു. വ്യോമസേനയുടെ തലവൻ എയർ മാർഷൽ AP സിംഗ് ആണ് അത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് 1971 ശേഷം നമ്മുടെ ഇന്ത്യൻ വ്യോമസേന നടത്തുന്ന ഏറ്റവും ശക്തമായ ആക്രമണമെന്നാണ്. ഇതാണ് അമേരിക്കയുടെ കലിപ്പിന് പിന്നിലുള്ള ഒരു യഥാർത്ഥ കാരണം കൂടി ഇപ്പോൾ വെളിവായിരിക്കുന്നു. കാരണം F-16 എന്നത് അമേരിക്കയുടെ ഒരു അഭിമാനമായ യുദ്ധവിമാനമാണ്. ലോകത്തെ പല രാജ്യങ്ങൾക്കും F-16 നൽകിയിരുന്നു. അതിന് ഒന്നും സംഭവിക്കില്ലായിരുന്നു നാളിതുവരെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അത് തകർത്തിരുന്നു. മറ്റു ചില രാജ്യങ്ങൾ സ്വയം അത് തകർന്നു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ അടുത്ത സമയത്ത് വീണ്ടും പാകിസ്ഥാൻ കൂടുതൽ F-16 വിമാനങ്ങൾ അമേരിക്ക നൽകും എന്ന് പറയുകയുണ്ടായി. അത് ഞങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോഴാണ് അതിന്റെ കാരണം വ്യക്തമാകുന്നത്. കാരണം പാകിസ്ഥാന്റെ പക്കൽ ഉള്ള F-16 വിമാനങ്ങൾ ഇന്ത്യ തകർത്തു. അതുകൊണ്ടാണ് പകരം F-16 വിമാനങ്ങൾ അമേരിക്ക നൽകുന്നത് എന്നാണ് ഇപ്പോൾ ഇതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്. ഏതായാലും ഡൊണാൾഡ് ട്രംപിന്റെ കലിപ്പ് പല കാര്യങ്ങൾക്കും ഇന്ത്യക്ക് മേലുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുടെ തന്നെ അഭിമാനം എന്ന് അവർ പറയുകയും തകർക്കാൻ കഴിയാത്തതെന്ന് അവർ അഭിമാനിക്കുകയും ചെയ്തിരുന്ന അവരുടെ വിമാനത്തെ, പാകിസ്ഥാൻ നൽകിയ അവരുടെ വിമാനത്തെയാണ് ഇന്ത്യ തകർത്തത്. ഏതായാലും 5 F-16 വിമാനങ്ങൾ തകർത്തു എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ 10 പാകിസ്ഥാന്റെ പോർ വിമാനങ്ങൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ തകർത്തു. കാലത്തിനനുസരിച്ചിട്ട് നമ്മളുടെ യുദ്ധ സംവിധാനങ്ങൾ മാറുമെന്ന് കൂടി AP സിംഗ് പറയുന്നു. അതായത് ഓരോ കാലത്തും ഓരോ യുദ്ധതന്ത്രങ്ങളായിരിക്കും ഇന്ത്യ ഉപയോഗിക്കുക. സാങ്കേതിക വിദ്യയിൽ വളരെയധികം മുന്നേറി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ സൈന്യം എന്ന് പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണത്തെ ഓപ്പറേഷനിൽ പാകിസ്ഥാനിന് 300 കിലോമീറ്ററിനുള്ളിൽ പോയിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ വിറപ്പിക്കാൻ കേവലം 4 ദിവസം കൊണ്ട് ഇന്ത്യക്ക് കഴിഞ്ഞു എന്നത് ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.